പറ്റില്ലല്ലോ. കാരണം അത് ഇപ്പോൾ ആ സിറ്റുവേഷന് ആ ഒരു പടത്തിൽ പാട്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. ഇറ്റ്സ് ഓക്കെ. ഞാൻ അന്നും പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മ്യൂസിക് ആസ് സച്ച് എനിക്ക് സിനിമ വലിയ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ബട്ട് മ്യൂസിക് ഷുഡ് നെവർ ബി ജസ്റ്റ് ഡിപ്പെൻഡൻറ്റ് ഓൺ മൂവീസ്. ഇപ്പോൾ പുറമേയുള്ള നാടുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു സിനിമയുടെ OST എന്നുള്ള രീതിയിൽ ഒരെണ്ണം വരും, പക്ഷെ അതിന് വേറൊരു വീഡിയോ ഉണ്ടാവും, അതിന് വേറെ റീച്ച് ഉണ്ടാവും. ഒരിക്കലും അവർ മരം ചുറ്റി ഇതിൻ്റെ പുറകിൽ ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ദ ഹീറോ ആൻഡ് ദ ഹീറോയിൻ ഓഫ് ദ മൂവി. പാട്ട് ഈസ് എ സ്റ്റാൻഡ് അലോൺ തിങ്. അത് അതിൻ്റെ OST ആയിട്ട് അതിൻ്റെ ഭംഗി കാരണം ദേ മൈ ടേക്ക് ഇറ്റ് ടു ദ മൂവി. അങ്ങനെ ഒരുപാട്. സോ അവിടുത്തെ മ്യൂസിക് എന്ന് പറയുന്നത് ഇസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ മൂവീസ്. അതേപോലത്തെ ഒരു സിനാരിയോ ഇന്ത്യയിലും വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒരു കുഴപ്പമില്ല, മൂവീസിൽ ഡെഫിനറ്റ്ലി പാട്ടുകൾ വേണം. ഇറ്റ്സ് നൈസ്, കാരണം നമ്മുടെ ഇന്ത്യൻ മൂവീസ് എന്ന് പറയുന്നതിൻ്റെ കൾച്ചർ അങ്ങനെയാണ്. ബട്ട് അഗൈൻ മ്യൂസിക്കിനും തന്നെ നിൽക്കാൻ പറ്റണം. സിനിമയില്ലെങ്കിൽ മ്യൂസിക് പോയി എന്നുള്ള രീതിയിലാവരുത്. ഐ തിങ്ക് ഇറ്റ്സ് ഗെറ്റിംഗ് ദേ നൗ. ഒരുപാട് ബാൻഡ്സ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ആൽബംസ് ഉണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ട്, സ്റ്റാൻഡ് അലോൺ ഒരുപാട് വരുന്നുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ നൈസ് വേ ഓഫ് കമ്മിങ് അപ്പ്. അങ്ങനത്തെ ഒരു സംസ്കാരം തന്നെ നമ്മുടെ ഇന്ത്യയിലും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ബട്ട് ഒരു സിനിമയിൽ എന്തുകൊണ്ട് പാട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ആ പാട്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും. ദാറ്റ് വുഡ് ബി ഒരു എന്താ പറയുക, ഒരു ഡയറക്ടറുടെയും ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ എല്ലാവരുടെയും കൂടെ ചേർന്നിരുന്ന് ആലോചിക്കുമ്പം അതിനാവശ്യമില്ലായിരിക്കും. അത് ഐ കാൺട്ട് കോമെൻറ്റ് ഓൺ ഇറ്റ്. വർക്ക് കുറയുന്നുണ്ട്, ഡെഫിനറ്റ്ലി യെസ്, വർക്ക് കുറവാണ്. അപ്പോഴാണ് നമ്മൾ കൂടുതൽ ഇതിലേക്ക് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണോ അല്ല നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണോ നമ്മൾ ആലോചിച്ച് തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ സെൽസൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു ചാനലിലേക്ക് നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് എന്താ ഇഷ്ടം, മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള മ്യൂസിക് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെയാണല്ലോ. സോ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഇപ്പോൾ പിന്നെ കൂടുതലായിട്ട് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ കൂടുതലാണ്, എത്ര ചാനലുകളാണ്. അപ്പോൾ എല്ലാത്തിലും അവർക്ക് അവരുടെ ഒരു കഴിവ് തെളിയിക്കാനുള്ളൊരു അവസരം കൊടുക്കുമ്പോൾ എല്ലാവരും വരുന്നു. പണ്ടും ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷേ അവർക്ക് എല്ലാവർക്കും മുന്നോട്ട് വരാനായിട്ട് ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ദാസേട്ടനും ചിത്ര ചേച്ചി, സുജാ ചേച്ചി, അങ്ങനെ ഒരു 4-5 പേരായി. അടുത്ത ജനറേഷൻ ഞങ്ങളുടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ വരുന്നുള്ളൂ. അപ്പോഴും ഞങ്ങളൊരു 10-12 പേര് ഇപ്പോഴുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വരുന്നുണ്ട്. കാരണം ദർ ആർ സോ മെനി വേസ് ടു കം അപ്പ്. ഒരുപാട് വേദികളുണ്ട് അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ. സോ കോമ്പറ്റീഷൻ കൂടുമ്പോൾ ഡെഫിനറ്റ്ലി വർക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. മ്യൂസിക് ഡയറക്ടർ ഇരുന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹം കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ആരോ ഓർമ്മ വരുന്നോ അവരെയാണ് വിളിക്കുക. നമ്മൾ ആ നേരത്തെ കറക്റ്റായിട്ട് അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓർക്കും, അങ്ങനെ ഒരാളുണ്ടല്ലോ എന്ന് ഓർക്കും. നോട്ട് നെസസറി. അവർക്കറിയാം അവരുണ്ടാക്കുന്ന ട്യൂൺ ആര് പാടിയാലാണ് നന്നാവുക എന്നുള്ളത്. അപ്പോൾ കൂടുതൽ ആൾക്കാരുള്ളപ്പം ദർ ആർ കൂടുതൽ ചോയ്സസ്. സോ നല്ലതാണ്. ഇൻ എ വേ മ്യൂസിക് ഇസ് ഗെറ്റിംഗ് ബിഗർ. നമ്മളൊരു പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഇത് കുറയാണെങ്കിലും യു ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു മ്യൂസിക്. പ്ലസ് ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ കമ്മിങ്, ദർ ആർ എ ലോട്ട് ഓഫ് വോയിസസ്, there's a lot of genres of music happening. So it's good in a way. Musically it's really good. പാട്ടുകാർ വരുന്നത് നല്ലതല്ലേ. എല്ലാവരും ഇപ്പോൾ പാട്ട് വരും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാറില്ല എന്ന് പറഞ്ഞാൽ, റിയാലിറ്റി ഷോസ് എന്ന് പറയുന്നത് ജസ്റ്റ് വൺ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഇഫ് യു വോണ്ട് ടു ബിക്കം എ സിംഗർ. എനിക്കൊരു പാട്ടുകാരി ആവണം അല്ലെങ്കിൽ എനിക്കൊരു പാട്ടുകാരനാവണം എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ പടിയാണ്. കുറേ കുട്ടികൾക്ക് പറ്റാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ 1ാം സ്ഥാനമായിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് അത്രയും ഒരു പബ്ലിസിറ്റി കിട്ടാണ്ടാവുമ്പോൾ കുറേ പേര് ഡിപ്രസ്ഡ് ആവണു. അവർ വിചാരിച്ച പോലത്തെ അവസരങ്ങൾ അത് കഴിഞ്ഞിട്ട് അവരെ തേടി വരാത്ത. കാരണം അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്ക് അടുത്ത ബാച്ചിലെ കുട്ടികളെ പിന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പം സ്വതവേ മറ്റേ കുട്ടികളെ മറന്നു പോകും. സോ അവരുടെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദേ ഫീൽ ഡിപ്രസ്ഡ്. അപ്പോൾ അത്രയും ദിവസം വരെ സോ ഐ ഡോണ്ട് നോ, ആ ഒരു ഫാക്ടർ മാത്രം കെൻ ബി എ ലിറ്റിൽ ഓവർവെൽമിങ് ഫോർ ദ കിഡ്സ്. സോ വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ്, എല്ലാവരും അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിൽ വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഞാൻ ഇത് കഴിഞ്ഞ് പണിയെടുത്താലേ എനിക്കിതിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നേരത്തെ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ എല്ലാവരും പാട്ടുകാരായിക്കൊള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അത് തലയിൽ ആർക്ക് എഴുതിയിട്ടുണ്ടോ അതേ നടക്കുള്ളൂ. ഇറ്റ്സ് ഓൾ പ്രീഡിസ്റ്റൈൻഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരുപാട് ലക്കും വേണം ഈ കാര്യത്തിൽ. ഒരുപാട് പേര് കഴിവുള്ളവർ, ഇഷ്ടംമാതിരി പേര് കഴിവുള്ളവർ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഐ തിങ്ക് ദാറ്റ്സ് ഓൾ ജസ്റ്റ് ലൈഫ്. ഇറ്റ്സ് ഓൾ ജസ്റ്റ് ഡെസ്റ്റിനി. യു കാൻ റിയലി കോമെൻറ്റ് ഓൺ ദാറ്റ്. എനിക്കും പോലും അറിയില്ല നാളെ എന്തായിരിക്കും, ഞാൻ നാളെ പാട്ട് നിൽക്കുമെന്നു. അതൊക്കെ നമ്മൾ ഒരു ഹോപ്പിൻ്റെ പുറത്താണല്ലോ ജീവിക്കുന്നത്. ഇഫ് യു ആർ പോസിറ്റീവ് ഐ ഗെസ് ഇറ്റ് വിൽ ടേക്ക് യു ഫോർവേഡ് ലിറ്റിൽ മോർ. ഐ റിയലി ലൈക്ക് ദ ചേഞ്ച്. കാരണം മ്യൂസിക്കലി ഭയങ്കര കുറച്ച് എന്താ പറയുക, എങ്ങും എത്തുന്നില്ല. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ മൂവീസിലാണെങ്കിൽ, തമിഴ് മൂവീസിലാണെങ്കിൽ പാട്ടുകൾ ഒരുപാടധികം റഹ്മാൻ സാർ വന്നേ പിന്നെ ഒരു ഭയങ്കര ട്രെൻഡായിരുന്നു. ഹാരിസ് ജയരാജ്,
യുവൻ ശങ്കർ രാജ, അങ്ങനെ ഒത്തിരി പേര് വന്നിട്ട് ദേവി ശ്രീ പ്രസാദ്, എല്ലാവരും ഒരു റെവല്യൂഷൻ തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ കേരളത്തിലെ പാട്ടുകൾ ലാഗിങ് ബാക്ക്. ബട്ട് അഗൈൻ നമ്മുടെ ഈ ഒരു ഇത് തന്നെയാണെങ്കിലും എം ജയചന്ദ്രൻ അവരും, പിന്നെ ന്യൂ ഏജ് മ്യൂസിക് ഡയറക്ടേഴ്സ് ലൈക്ക് ഗോപി സുന്ദർ, എവറി വൺ, രാഹുൽ രാജ്, ദീപക് ദേവ്. ഐ തിങ്ക് ദീപക് ദേവ് വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ബ്രിങ് ഇൻ എ ചേഞ്ച് ഇൻ പ്രോഗ്രാമിംഗ്. അതിൽ തന്നെ ഒരു ഭയങ്കര സൗണ്ട് ഡിഫറൻസ് ഞാൻ എന്നും പറയുന്നതാണ്. ദീപു ചേട്ടനാണ് ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ. ഐ റിയലി ലൈക്ക് ഹിസ് സോങ്സ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ഇൻ ദ റൈറ്റ് ട്രാക്ക്. പിന്നെ കുറേയൊക്കെ മൊണോട്ടണസ് ആവുന്നുണ്ട്. ഒരു പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേൾക്കുന്ന 4 പാട്ട് ആ ഒരു പാട്ട് പോലെ തന്നെ ആയിരിക്കും. സോ ഇറ്റ്സ് നോട്ട്, ഒരാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഒരു 4 പേര് കോപ്പി ചെയ്യാനുണ്ടാവും നമ്മുടെ നാട്ടിൽ തന്നെ. ദാറ്റ്സ് കൈൻഡ് ഓഫ് എ സാഡ് ഫാക്ടർ. ബട്ട് ഐ എം ഷുവർ they'll overcome that also. Because think new എന്നുള്ളൊരു സംഭവം ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ കിട്ടിയിട്ടുണ്ട്, ഗോപി സുന്ദർ. ഹീസ് തിങ്കിങ് ക്വൈറ്റ് ന്യൂ ഔട്ട് ഓഫ് ദ ബോക്സ്. സോ ഇറ്റ്സ് നൈസ്. എനിക്കിഷ്ടമായിട്ടുണ്ട്. ഐ ലൈക്ക് ദ ചേഞ്ച്. ഐ റിയലി ലൈക്ക് ദ ചേഞ്ച്. പല ചാനൽസിലും ഞാൻ ചാനലിലൊക്കെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും ഗാനരചയിതാക്കളുടെ പേര് മാത്രമേ പറയാറുള്ളൂ. പാട്ട് പാടിയത് ആരാണെന്ന് ആരും പറയാറില്ല. അടുത്ത നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഗാനം ഇന്ന സിനിമയിലാണ്, എൻ്റെ സംഗീത സംവിധായകൻ ഇന്ന ആൾ, ഗാനരചയിതാവ് ഇങ്ങനെ ആൾ, പാടിയത് ഇന്നാളെന്ന് പറഞ്ഞ് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഞാനൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. കാരണം ഞാനൊരു ഗായിക എന്നുള്ള നിലയിൽ ഞാനത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ എൻറ്റയർ റേസിനോട് ഞാൻ ചെയ്യുന്ന ഒരു വല്ലാത്തൊരു പാതകമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അതർവൈസ് നോ. ഇപ്പോഴാണ് പിന്നെ കുറച്ച് സിംഗേഴ്സ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എവ്രി വൺസ് സിറ്റിംഗ് ആൻഡ് ലിസണിങ്. But I still think the same scenario is happening here. I think only after Shreya Ghoshal came from North India that everyone started listening to ഈ പാട്ടാരാ, ശ്രേയ ഘോഷാൽ. ഇപ്പോഴും വേറൊരു പാട്ട് ആരാ പാടിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ശ്രേയ ഘോഷാൽ പാടിയ പാട്ട് മാത്രമേ എല്ലാവർക്കും ഓർമ്മയുള്ളൂ. ബാക്കിയുള്ള പാട്ടുകൾ ആരാ പാടിയിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാരാ എന്ന് ചോദിക്കും. അത് അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് അത് വലിയൊരു ചേഞ്ച് ആയിട്ടുണ്ടെന്ന്. ഇപ്പോഴും മ്യൂസിക് ഡയറക്ടറിൻ്റെയും ലിറിക്സ് റൈറ്റേഴ്സിൻ്റെയും പേര് തന്നെയാണ്. അൺലെസ് ദ സോങ് ഗെറ്റ്സ് റിയലി ബിഗ്. അപ്പോൾ അപ്പങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ആനി, ഓക്കെ, അങ്ങനത്തെ ഒരു പാട്ട് കിട്ടുക. അല്ലാണ്ട് വേറൊരു നോർമൽ നല്ലൊരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല പാട്ടായിരിക്കും, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടായിരിക്കും. പക്ഷേ ഗായകരാരാന്നാരും അന്വേഷിക്കാൻ നിൽക്കാറില്ല പലപ്പോഴും. ഇപ്പം മാറിയിട്ടുണ്ടെങ്കിൽ നല്ലത്. ഞാനെന്നും അന്വേഷിക്കാറുള്ളതുകൊണ്ട് എനിക്കറിയില്ല. ബാക്കിയുള്ളവരെ അന്വേഷിക്കണമെന്ന് ഐ ഹാവ് നോ ക്ലൂ. പാട്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ ഐ ഡോണ്ട് നോ, എനിക്ക് അങ്ങനെ ഒന്നും കോമെൻറ്റ് ചെയ്യാറ് പോലും ആയിട്ടില്ല. പക്ഷേ ഇൻഡസ്ട്രിയിൽ നിന്ന് പഠിച്ചത് ലോട്ട് ഓഫ് പേഷ്യൻസ്, എ ബ്യൂട്ടിഫുൾ ചാൻസ് ടു വർക്ക് വിത്ത് ഇന്യൂമറസ് ആർട്ടിസ്റ്റ്. ഒരുപാടധികം ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്ത, ഷോസിനാണെങ്കിലും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ആർട്ടിസ്റ്റിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടുക. അവർ എന്താ പറയുക, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. എസ് പി ബാലസുബ്രഹ്മണ്യം സർ, ശങ്കർ എഹ്സാൻ ലോയ്, ഇവരുടെ കൂടെയൊക്കെ പ്രോഗ്രാംസ് ചെയ്യാമെന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ജന്മത്തിൽ ഞാൻ വിചാരിക്കാതെ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്. രാജാ സാറിന് വേണ്ടി പാടി, ഇറ്റ്സ് എ ബിഗ് തിങ്. സോ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴുള്ള സന്ദർഭങ്ങൾ എനിക്ക് കിട്ടിയതിന് ഞാൻ ഒരുപാട് ദൈവത്തോട് നന്ദി പറയുന്നു. 14 കൊല്ലമായിട്ട് ഇതിൽ നിന്ന് കിട്ടിയ എന്താണെന്ന് വെച്ചാൽ ഒരുപാടധികം പാട്ടിൽ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു നോളജ് കിട്ടി. ഒരുപാട് പാട്ടുകൾ പാടി, ഒരുപാട് പാട്ടുകൾ പഠിക്കാൻ കിട്ടി. മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും. ഐ എം റിയലി ഹാപ്പി. ഒരു വലിയ ഇന്ത്യൻ ഒരു പീസ്, ഒരു വലിയ ചങ്ക് ഓഫ് ഇന്ത്യൻ കൾച്ചർ എന്നെ പഠിപ്പിച്ചത് സിനിമയാണ്. സോ വെരി വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇറ്റ്.